ഡബിൾ ക്രോഷ്യ ആണ്. അതായത് DC, ഡബിൾ ക്രോഷ്യയുടെ ഷോർട്ട് ഫോം ആണ് DC എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫൗണ്ടേഷൻ സ്റ്റിച്ച് ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ ഹുക്കിലുള്ള ലൂപ്പാണ്. അത് ചെയിനായിട്ട് നമ്മൾ കണക്കൂട്ടൂല കേട്ടോ. 1 2 3 ചെയിൻ സ്കിപ്പ് ചെയ്യുക, ഒരു പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക, 3 ചെയിൻ സ്കിപ്പ് ചെയ്യുക, ഒരു പ്രാവശ്യം യാൺ ഓവർ ചെയ്തിട്ട് 4th സ്റ്റിച്ചിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഹുക്കിനെ ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുക. 4th സ്റ്റിച്ചിൽ ഹുക്കിനെ ഇട്ട് കൊടുത്തിട്ട് ഈ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഹുക്ക് ഇട്ട് കൊടുത്തേക്കണത്. ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ യാൺ ഓവർ ചെയ്യുക, യാണിനെ ഒന്ന് ചെയിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ ഹുക്കിലുള്ളത് 3 ലൂപ്പാണ്. 1 2 3 3 ലൂപ്പ്. ഒരു ലൂപ്പ് ഓൾറെഡി നമ്മുടെ ഹുക്കിലുള്ളത്. ഒന്ന് നമ്മൾ ഹുക്ക് ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് യാൺ ഓവർ ചെയ്തതും, ഒന്ന് ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ഹുക്കിട്ട് യാൺ ഓവർ ചെയ്തെടുത്തത്. അങ്ങനെ 3 ലൂപ്പാണ് നമ്മുടെ ഹുക്കിലുള്ളത്. ഇനി ഈ ആദ്യം കാണുന്ന 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ യാൺ ഓവർ ചെയ്ത് ത്രെഡിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. വീണ്ടും 2 ലൂപ്പ് ബാലൻസ് ഉണ്ട്. യാൺ ഓവർ ചെയ്യുക, ആ 2 ലൂപ്പിൻ്റെയും ഉള്ളിലൂടെ ത്രെഡിനെ പുറത്തേക്ക് എടുക്കുക. ഇപ്പോൾ നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ ഇവിടെ കിട്ടിയിട്ടുണ്ട്. വീണ്ടും ഇത് യാൺ ഓവർ ചെയ്തിട്ട് ഹുക്ക് നെക്സ്റ്റ് സ്റ്റിച്ചിൽ, ഇനി നമ്മൾ സ്കിപ്പൊന്നും ചെയ്യണില്ല, നേരെ നെക്സ്റ്റ് സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇട്ട് കൊടുക്കുക. യാൺ ഓവർ ചെയ്ത് യാണിനെ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. 3 സ്റ്റിച്ച് നമുക്ക് കിട്ടും. 3 സ്റ്റിച്ചിൽ 3 ലൂപ്പ്, സ്റ്റിച്ചല്ല 3 ലൂപ്പ് കിട്ടും. അതിൽ ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ത്രെഡിനെ ഒന്ന് പുറത്തേക്ക് എടുക്കാം. വീണ്ടും 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ത്രെഡിനെ ഒന്ന് പുറത്തേക്ക് എടുക്കുക. 2 ഡബിൾ ക്രോഷ്യ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൂടി യാൺ ഓവർ ചെയ്യുക, നെക്സ്റ്റ് സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത സമയത്ത് യാൺ ഓവർ ചെയ്തിട്ട് 2 സ്റ്റിച്ചാണ് സ്കിപ്പ് ചെയ്തിട്ട് 3ാമത്തെ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇട്ട് കൊടുത്തു. ഡബിൾ ക്രോഷ്യ ആവുമ്പോൾ അത് 3 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക, അതായത് 3 ചെയിൻ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് 4ാമത്തെ ചെയിൻ്റെ ഉള്ളിലായിരിക്കണം ഹുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഹാഫ് ഡബിൾ ക്രോഷ്യയ്ക്ക് നമ്മൾ ആദ്യം ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ത്രെഡ് എടുത്തിട്ട് പിന്നെ 3 ലൂപ്പിൻ്റെയും ഒന്നിച്ചാണ് ത്രെഡ് എടുത്തത്. ഇത് ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ത്രെഡ് എടുക്കാണ്. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ക്രോഷ്യയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു സ്റ്റിച്ചും കൂടിയാണ് ഡബിൾ ക്രോഷ്യ എന്നുള്ളത് കേട്ടോ. നമ്മൾ കോമൺ ആയിട്ട് കൂടുതൽ ഒരുപാട് പ്രൊജക്റ്റുകൾക്ക് ഉപയോഗിക്കുന്നുണ്ട് ഡബിൾ ക്രോഷ്യ എന്നുള്ളത്. ബാക്കിയുള്ള സ്റ്റിച്ചിനേക്കാളും കൂടുതൽ ഉപയോഗിക്കുന്നത് DC ആയിരിക്കും കേട്ടോ. എല്ലാ സ്റ്റിച്ചുകളും ഉപയോഗിക്കും, എന്നാൽ കൂടി കുറച്ചും കൂടെ കൂടുതൽ ഉപയോഗിക്കുന്നത് DC ആണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക കേട്ടോ. ബേസ് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് സ്റ്റിച്ച് കാണുമ്പോഴും അത് ചെയ്യാൻ പറ്റും. ഏതോ ഒരു പ്രൊജക്റ്റ് കണ്ടാലും നമുക്ക് ബേസ് കിട്ടുകയാണെങ്കിൽ, കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചാൽ ഏത് സ്റ്റിച്ച് കണ്ടാലും നമുക്കത് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ സിമ്പിളുകളും പഠിച്ചു വയ്ക്കുക. DCയുടെ സിമ്പിൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ലാസ്റ്റ് വരെയും ഒന്ന് ചെയ്തിട്ട് DCയുടെ സിമ്പിൾ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ DC സ്റ്റിച്ച് കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ ഉണ്ടാവും. ഫ്രണ്ട് സൈഡ് നോക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വരികയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ